ചാനലിൽ ഞാൻ കാണിക്കുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അതായത് ഞാൻ കഫ് നാഷണൽ ബ്രാൻഡിന്റെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചത് റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. റീൽസിൽ കുറെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്രോഡക്ട്സ് വെച്ചിട്ട് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാന്ന് വെച്ചു. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ ഓർഡർ ചെയ്യാന്ന് വെച്ചു. ഫസ്റ്റ് പ്രോഡക്റ്റ് പ്രൈമർ ഓയിലാണ്. അപ്പൊ പ്രൈമർ ഓയിലിന്റെ ഫസ്റ്റ് ചോയ്സ് ആണിത്. ഇന്നൊരു ട്രൈ ചെയ്തിട്ടില്ല, എന്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കഫ് നാഷണൽ പ്രൈമർ ഓയിൽ പ്രൈം ആൻഡ് ഗ്ലോ എഴുതിയിട്ടുണ്ട്. 20 ml ആണ് പ്രോഡക്റ്റ്. അപ്പൊ ഇതിന്റെ പ്രൈസ് 375 രൂപയായിരുന്നു. ഞാനപ്പോ കയ്യിൽ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സെറം യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. ഞാനപ്പോ കയ്യിൽ കുറച്ചെടുത്ത് ഒരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സ്മൂത്ത് ആക്കി തരുന്നുണ്ട് സ്കിന്നിന്. അതിന് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ അത് ജസ്റ്റ് ഒരു ഗ്ലോ ആൻഡ് സ്മൂത്ത്നെസ് അത്ര ഒന്ന് പ്രതീക്ഷിച്ചാൽ മതി. ലാസ്റ്റ് ഇടുന്നെങ്കിൽ തോന്നുന്നില്ല, കാരണം ആ ഒരു ഒട്ടുന്ന പ്രകൃതം അധികം ഇല്ല, ചെറുതായിട്ട് ഒട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യത്തില്ല, നമുക്കൊരു ഗ്ലോ കിട്ടാൻ ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്റെ ഒരു ഫൗണ്ടേഷൻ ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. കഫ് ലക്ഷത്തിന്റെ കൺസീലർ, ഇതിന്റെ ഷെയ്ഡ് 06 ആൽമണ്ട് ആണ്. കവറേജ് കൺസീലർ ആണിത്. അപ്പൊ നമുക്കിത് ഈ ഒറ്റ കൺസീലർ കയ്യിലുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഈ അണ്ടർ സർക്കിൾസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലെൻഡ് ചെയ്യാൻ സുഖമുണ്ട്, കുഴപ്പമില്ല. ഒരു മാറ്റ് കൺസീലർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അകത്ത് മറ്റേ നമ്മൾ ഓൾറെഡി ഓയിൽ അപ്ലൈ ചെയ്തില്ലേ, പ്രൈമർ ഓയിൽ, അപ്പൊ അതിനൊരു എഫക്ട് കൊണ്ട് ഒരു ഗ്ലോ കിട്ടുന്നുണ്ട്. കവറേജ് മീഡിയം ടു ബിൽഡബിൾ ആണ്. കവറേജ് ഒറ്റ ഇതിന് ഫുൾ കവറേജ് വരുന്നില്ല, മീഡിയം ടു ബിൽഡബിൾ കവറേജ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കൺസീലറിന്റെ പ്രൈസ് 399 ആണ്. അപ്പൊ അതിനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ബാക്കി ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ ഷെയ്ഡ് എനിക്ക് പക്കയാണോ എന്ന് ചോദിച്ചാല് ഈ കവിളിന്റെ ഭാഗത്തൊക്കെ കുഴപ്പമില്ല. പക്ഷെ ഈ പിഗ്മെന്റേഷൻ ഉള്ളിടത്ത് എനിക്കിതൊരു കൺസീലർ ആയിട്ട് കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഷെയ്ഡ് ഒന്ന് ഡാർക്ക് ആണ്, നമുക്ക് പിഗ്മെന്റേഷൻ ഹൈഡ് ചെയ്യാൻ ഈസി. അപ്പൊ അങ്ങനെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഇതിന്റെ പെർഫോമൻസ് നോക്കാം. എന്റെ കയ്യിൽ ഇവരുടെ കോമ്പാക്റ്റോ ലൂസ് പൗഡറോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. അതിനകത്ത് നോർമലി എന്റെ കയ്യിലുള്ളത് വെച്ചിട്ട് അധികം വലിയ എഫക്റ്റ് ഇല്ലാതെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കൺസീലറിന്റെ എഫക്ട് അറിയണമല്ലോ. അപ്പൊ നല്ല ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആക്കുന്ന പൗഡർ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് നൈക്കയുടെ ഒരു പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ തീസോണ് മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളൂ, കാരണം നമുക്ക് ഇവരുടെ ലിപ്പ് ആൻഡ് ചീറ്റ് ട്രൈ ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ ഈ കോമ്പാക്ട് വെച്ച് ട്രൈ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതിനിടയ്ക്ക് പിന്നെ ഇത് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. കൺസീലർ താനെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ക്രീസ് ആവുകയോ ഒന്നും ആയില്ല. എനിക്ക് ഞാൻ ഫാൻ ഇടാത്തതുകൊണ്ട് ഓയിലി ആകുന്നുണ്ട്, സെറ്റ് ആകുന്നുണ്ട്. എന്നിട്ട് ക്രീസ് ആകുന്നില്ല. ഏകദേശം അത് ഒരു 80% താനെ സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ ഇത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആക്ച്വലി. പക്ഷെ ഞാൻ ഒന്നിന്റെ ഒരു നമ്മൾ നോർമലി കൺസീലർ അപ്ലൈ ചെയ്തിട്ട് സെറ്റ് ചെയ്യില്ല, ആ ഒരു ഇതിൽ സെറ്റ് ചെയ്യാൻ പോയത്. പക്ഷെ സെറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ലിപ്പ് ആൻഡ് ചീറ്റിന്റെ ഒറ്റ കവറിൽ വരുന്നതാണ് ഞാൻ വാങ്ങിച്ചത്. നിങ്ങൾ ആ കുഞ്ഞു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ കവറിൽ വന്നിട്ടുള്ളതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന്റെ അകത്ത് ഡെസ്റ്റിനി ബോസ് മം, ബാക്കി വായിക്കുന്ന എടുത്തുകൊണ്ട് വരുന്നു, കൽഹാൻ മേഡ് ഫോർ യു 2 ഹോട്ട് ചോക്ലേറ്റ് ബ്രൗണി. ഈ 6 ഷെയ്ഡാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഈ 6 ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട, ഒരെണ്ണം അപ്ലൈ ചെയ്യാം. ബാക്കി ഞാൻ സ്വച്ചസ് കാണിച്ചു തരാം. ഇത് രണ്ടും നല്ല ഡാർക്ക് ഷെയ്ഡ്. MRP 599. എനിക്ക് ഓഫറിന്റെ ഒരു 300 താഴെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ 599 ആയാൽ പോലും നിങ്ങൾ 2-3 പേര് ചേർന്നിട്ട് ഇത് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ല ഒരാൾക്ക് യൂസ് ചെയ്യാനാണ്, പല കളേഴ്സ് യൂസ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ വാങ്ങിക്കാം. അല്ല ഷെയർ ചെയ്ത് വാങ്ങിക്കാൻ അങ്ങനെ വാങ്ങിക്കാം. അങ്ങനെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നന്നായിട്ട് വർക്കാവോ, ഈ വർക്കാവോ നമുക്ക് നോക്കണം. കാരണം ഇങ്ങനെ ഒന്നിച്ച് ഇത്ര ഷെയ്ഡ്സ് കിട്ടുമല്ലേ. പിന്നെ ഒരു ന്യൂഡ് ഷെയ്ഡും റെഡ് ഷെയ്ഡും ആണ്. ഇത് 2 പിങ്ക് ടിന്റ് ആണ്. രണ്ട് വേർഷനിലുള്ള പിങ്ക് കാണാൻ പറയാലോ. അപ്പൊ ഞാനിപ്പോ ആ ഒരു പീച്ച് പോലത്തെ ഷെയ്ഡിലോട്ട് പോകുന്നുണ്ട്. ഈ ഷെയ്ഡിലോട്ട് പോകുന്നുണ്ട്. ഫോക്കസ് ചെയ്യും. നല്ല ക്രീമിയാണ്, സൂപ്പർ ക്രീമിയാണ്. ഓ, ഇത്ര ലൈറ്റ് ഷെയ്ഡ് എടുക്കണ്ടായിരുന്നു. ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പൊ ഈ ഷെയ്ഡ് ഒരു നാച്ചുറൽ ലുക്കാണ് തരുന്നത്. അല്ലാണ്ട് നമുക്ക് ബ്ലഷ് ഇട്ടായിട്ടൊരു ഫീൽ കിട്ടത്തില്ല. നാച്ചുറൽ ആയിട്ട് നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലഷ് ആണ്. ബ്ലഷ് അല്ലാതെ ലിപ്പ് ആൻഡ് ചീറ്റിന്റെ ആണ്. നമുക്ക് ലിപ്പിലൊക്കെ അപ്ലൈ ചെയ്യാം. ഇതൊരു നാച്ചുറൽ ആണ് പക്ക. അപ്പൊ ക്യാമറയിൽ തന്നെ കാണുന്നോന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര നാച്ചുറൽ ലുക്ക് തരും. പിന്നെ ഇവരുടെ തന്നെ വേറൊരു സാധനം കയ്യിലുണ്ട്. ഇതിന്റെ ലിപ്സ്റ്റിക് നല്ല തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ വീഡിയോയില്. അപ്പൊ അതിന്റെ പ്രൈസ് 399 ആണ്. നോ ഫിൽറ്റർ എന്നാണ് ഷെയ്ഡിന്റെ പേര്, 02.
അപ്പൊ അത് ഇത് ഏകദേശം ഷെയ്ഡ് തന്നെ ഞാൻ എന്റെ പട്ടൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ല, ഇത് കുറച്ചുകൂടെ ലൈറ്റ് ആണ്, കുറച്ചുകൂടെ പീച്ചി ഉണ്ട്. മറ്റേത് കുറച്ചുകൂടെ ബ്രൗണിഷ് പീച്ചി, ഒരു ബ്രൗണിഷ് ടിന്റിലാണ് വരുന്നത്. ഇത് കുറച്ച് പീച്ചി ഷെയ്ഡിലോട്ടാണ് വരുന്നത്. അപ്പൊ ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് ഇത് കുറച്ചുകൂടെ പിഗ്മെന്റേഷൻ ഉണ്ട് കേട്ടോ. മീൻസ് നമ്മൾ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും തോന്നും കുറച്ചുകൂടെ തിക്കാന്ന്. പിഗ്മെന്റേഷൻ കുറച്ചുകൂടെ ഇതിനുണ്ട് ഈ സാധനത്തിന്, ആ ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റിനെക്കാളും. എനിക്ക് രണ്ട് പ്രോഡക്റ്റ് ഇഷ്ടമായി. പക്ഷെ എന്റെ ഓയിലി സ്കിന്നിൽ ഞാൻ ഇതായിരിക്കും പ്രിഫർ ചെയ്യുക. കാരണം ഇതൊരു ക്രീമി പ്രോഡക്റ്റ് ആണ്, ഈ ലിപ്പ് ആൻഡ് ചീക്കിന്റെ. അപ്പൊ ഇതിന്റെ ഓയിലി സ്കിന്നില് എനിക്ക് അത്രയും ലാസ്റ്റ് ചെയ്ത് തോന്നുന്നില്ല ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. കാരണം ഇതിന്റെ ഒരു ടെക്സ്ചർ കുറച്ചുകൂടെ തിക്കായിരുന്നു. ബ്ലെൻഡ് ചെയ്തപ്പോഴത്തേക്ക് കൺസീലറിന്റെ ഏകദേശം ഒരു ടെക്സ്ചറാണ് വരുന്നത്, നമ്മുടെ ഒരു ഒന്ന് സെറ്റ് ആയിരിക്കുന്ന ടൈപ്പ് ടെക്സ്ചർ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പേഴ്സണലി ഇതിലേക്കായിരിക്കും പോകലുണ്ടാകുക. പക്ഷെ ഇത് നല്ല പ്രോഡക്റ്റ് ആണ്, പിഗ്മെന്റേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെ സ്ട്രെച്ചസിന് ഇതിന്റെ കൂടെ ആടി അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആയിട്ട് ഇടാൻ ചെയ്യാം. അപ്പൊ ഇതിപ്പോ നോർമലി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ബ്ലഷ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആദ്യത്തെ ക്രീം ഇട്ടപ്പോഴത്തേക്കും സെറ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല. രണ്ടാമത്തെ ലിക്വിഡ് ബ്ലഷ് ഇട്ടപ്പോഴത്തേക്കും സെറ്റ് ആയിട്ട് താനെ കുറെ റെഡി ആയിട്ടുണ്ട്. കൺസിലറാണ് പിന്നോട്ട് അടിച്ചത്, കാരണം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അത് താനെ തന്നെ എനിക്ക് ഇഷ്ടമായി. എന്റെ ഓയിലി സ്കിന്നിന് അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഈ പ്രൈമർ ഓയിൽ എക്സ്ട്രീംലി ഓയിലി ആയിട്ട് കാണിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഈ പ്രോഡക്റ്റിന്റെ ഇതാണെന്ന് അറിയത്തില്ല, മാറ്റ് ഫിനിഷ് ആയതുകൊണ്ടാണ് അറിയത്തില്ല. എന്റെ ഓയിലി സ്കിൻ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഒരു നോർമൽ നാച്ചുറൽ ലുക്ക് തന്നെ അതിരിക്കുന്നുണ്ട്. ഇനിയുള്ളത് ഇവര് മൂന്നുപേരാണ്. കപ്സ് ആൻഡ് ലഷസിന്റെ കപ്പി കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വേർഷനിലുള്ള ബ്ലഷ് ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്. ഇതിനകത്ത് പ്രൈമർ ഓയിൽ വീണ്ടും ബ്ലഷ് ഉണ്ട്, ബ്രോൺസർ ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്. അപ്പൊ നമുക്കിത് ആദ്യം ബ്രോൺസർ ട്രൈ ചെയ്യാം. ബ്രോൺസറിന്റെ ഷെയ്ഡ് എനിക്കറിയത്തില്ല, ഞാൻ ലിങ്ക് ഇളകി പോന്നു. പാക്കേജിങ് പോറാണ് കേട്ടോ. തിരിച്ചു വയ്ക്കാൻ പറ്റുമോ? ഇത് കുറഞ്ഞ പ്ലാസ്റ്റിക് പാക്കേജിങ് ഇല്ലേ, അതാണ്. വയ്ക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി അഡ്ജസ്റ്റ് ചെയ്ത് തുറക്കാം. അപ്പൊ ഇതാണ് ബ്രോൺസർ. ഒരു നാച്ചുറൽ ലുക്കിന് യൂസ് ചെയ്യാൻ, ഒരു ഭയങ്കരമായിട്ട് ഒരു ഫുൾ കട്ട് ചെയ്ത് നമുക്കൊരു കോണ്ടൂർ ഫുൾ ട്രിംഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അധികം യൂസ്ഫുൾ ആവത്തില്ല കേട്ടോ. കാരണം ഒരു നാച്ചുറൽ ലുക്കാണ് തരുന്നത്. ഈ ഷെയ്ഡ് ചിലപ്പം വേറെ ഷെയ്ഡ് പറ്റിയും നല്ലതായിരിക്കും, മീൻസ് ആ ഒരു ഡീപ്പായിട്ട് കട്ട് ലുക്ക് കിട്ടും. പക്ഷെ ഇതൊരു നാച്ചുറൽ ലുക്കിന് വേണ്ടി എന്റെ സ്കിൻ ടോണിന് യൂസ്ഫുൾ ആവുന്നുള്ളൂ. പക്ഷെ എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായി. അത് വലിയ പ്രൈസ് ഉള്ളതല്ല. ഇതിന്റെ പ്രൈസ് 275 ആണ്. ഇത് ഈ 3 വർഷത്തിന്റെ പ്രൈസ് 275 തന്നെ. ഹൈലൈറ്റർ, ബ്രോൺസർ, ബ്ലഷ് എല്ലാത്തിന്റെ പ്രൈസ് 275 ആണ്. അപ്പൊ ഈ പ്രൈസ് റേഞ്ച് നല്ലതാണ്, പിഗ്മെന്റേഷനും എല്ലാം. പക്ഷെ പാക്കേജിങ് ക്വാളിറ്റി ഇല്ല. അപ്പൊ അടുത്ത ബ്ലഷ് ആണ്. ഇതാണ് ഷെയ്ഡ്. ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത ലിപ്പ് ആൻഡ് ചീക്കിന്റെ ഏകദേശം ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അത് അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഒരു പീച്ചി ബ്രൗണിഷ് ടിന്റ് ആണ്. ഭയങ്കര പിഗ്മെന്റേഷൻ പ്രതീക്ഷിച്ചില്ല. തക്കാളി വെളുത്തോലെ ഞാനിപ്പോ ഭയങ്കര പിഗ്മെന്റേഷൻ. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. ബ്രോൺസർ ഇഷ്ടമായി, അതിനേക്കാളും ഒരു പൊടിക്ക് എനിക്കിത് ഇഷ്ടമായി. അത് നമ്മള് നോർമലി പുറത്ത് പോകുമ്പോഴത്തേക്ക് സൂക്ഷിച്ചിടും, ഇങ്ങനെ ഇത്രയും കട്ടിക്കിടാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ നല്ല ഇഷ്ടമായി. ഞാനിപ്പോ ഐലിഡിന്റെ മണ്ണിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അടയുന്നോട്ടെ. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ടോ. അടുത്ത് ഹൈലൈറ്റർ ട്രൈ ചെയ്യാനുണ്ട്. അപ്പൊ ഹൈലൈറ്റർ ഇതാണ് ഷെയ്ഡ് വരുന്നത്. നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. കണ്ടു ചങ്കിയല്ല, ഇങ്ങനെ കുറേ വാങ്ങുമ്പോഴത്തേക്ക് ഹൈലൈറ്റർ ഭയങ്കര ചങ്കി ആവത്തില്ല. അങ്ങനെയല്ല, നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടല്ല സ്കിന്നിനോട് ചേർന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് അപ്ലൈ ചെയ്തത് നാച്ചുറലി ലുക്ക് വേണമെങ്കിൽ അതിനിപ്പോൾ എക്സ്ട്രാ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇഷ്ടമായി, ഹൈലൈറ്റർ ഇഷ്ടമായി. ഇനിയുള്ളത് ഐ മേക്കപ്പ് ആണ്. ഐബ്രോ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടില്ല, കാരണം ബ്രൗൺ ഷെയ്ഡുള്ള ഐഷാഡോ പാലറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഐഷാഡോ പാലറ്റ്. ഇതിന്റെ അകത്ത് 4 ഷിമ്മേഴ്സ് വരുന്നുണ്ട്, 4 മാറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് വരുന്നുണ്ട്. എനിക്കത് ഇഷ്ടമായി. ഇതിന്റെ പ്രൈസ്
399 ആണ്. ഇത് എനിക്ക് കിട്ടിയ പ്രൈസ് 99 ആണ്, വെറും 99. ഓഫർ ഉള്ളപ്പോൾ വാങ്ങിച്ചു. ഞാനന്ന് വാട്സ്ആപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കസ്തലാഷത്തിന്റെ പ്രോഡക്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്ന ഓഫേഴ്സ് വേണമെങ്കിൽ വാങ്ങിച്ചോളണമെന്ന്. അപ്പൊ ഞാനിത് റിവ്യൂ കൂടെ ഇനിയിപ്പോ എന്തായാലും പറഞ്ഞുതരാം. ഞാനപ്പോ ഒരു പീച്ച് ഈ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. പീച്ച് അല്ല, ബ്രൗൺ. നല്ല പിഗ്മെന്റേഷൻ ആണ് കേട്ടോ. പിന്നെ ആർക്കോടായിട്ട് ബ്രഷ് മുക്കിയായിരുന്നു. നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്, ഈസിലി ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ഇഷ്ടമായി. കാരണം ഈ 99 കിട്ടിയ ബജറ്റും കൂടെയാണ്. അപ്പൊ 399 ആണെങ്കിലും എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായി. നല്ല സോഫ്റ്റ് പൗഡറിയാണ്. അപ്പൊ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു നമുക്ക് ആ എഡ്ജസ് ഒന്നും ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കാണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഔട്ടർ വി ഒന്നുകൂടെ ഡാർക്കൻ ചെയ്യുന്നുണ്ട്. താഴെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം, നമ്മുടെ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഫോളോവേഴ്സ് ഇല്ല, പക്ഷെ നമ്മൾ ഇതിലിങ്ങനെ തട്ടത്തില്ലേ ആ ബ്രഷൊക്കെ തുമ്പ്, അപ്പോഴത്തേക്കും പൊടി ഇങ്ങോട്ടൊക്കെ ആകുന്നുണ്ട്. അതൊരു വലിയ ആനക്കാര്യമല്ല. 99 കിട്ടിയ ബെസ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പൊ ഇത്തരം ഒരു ഷിമ്മറി ഷെയ്ഡ് ഞാൻ നടുക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഒരു ഓക്കെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. അത് വോ എന്ന് പറയാനില്ല. പക്ഷെ എനിക്ക് മാറ്റ് ഷെയ്ഡ് നല്ല ഇഷ്ടമായി. പക്ഷെ ഇതൊരു നാച്ചുറൽ ലുക്കിന് ഈ ഷിമ്മേഴ്സ് നല്ലതാണ്. പക്ഷേ ഷിമ്മേഴ്സ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, നന്നായിട്ട് നാച്ചുറൽ ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പിഗ്മെന്റേഷൻ വെച്ചിട്ട് വോ അല്ല, ഓക്കെ കൊള്ളാം, ഗുഡ് പ്രോഡക്റ്റ് അത്രേ ഉള്ളൂ. ഭയങ്കര വോ ഫാക്ടർ ഇല്ല. അപ്പൊ ഇനി ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഐബ്രോ ഫിൽ ചെയ്യുന്നുണ്ട്. ഐഷാഡോ വെച്ച് നമ്മൾ ഐബ്രോ ഫിൽ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ലൈറ്റ് ഹാൻഡ് ആയിരിക്കണം. അപ്പൊ ഒരു പുതിയ അറിവുണ്ടായി. നമ്മൾ ഒരിക്കലും ഇങ്ങനെ സ്ട്രൈറ്റ് വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏജ് കുറഞ്ഞു തോന്നിക്കും. നമ്മൾ ആർച്ചാക്കി വരയ്ക്കുമ്പോഴത്തേക്ക് ഏജ് തോന്നിക്കും. അപ്പൊ ഏജ് കുറച്ച് തോന്നിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ ആർച്ചൊക്കെ കുറച്ചിട്ടുണ്ട്. അപ്പൊ കാരണം എനിക്കിപ്പോഴും 18 പ്രായം എന്റെ മനസ്സിൽ. ബ്രൗൺ അങ്ങനെ ഓവറായിട്ട് പിഗ്മെന്റഡ് അല്ല കേട്ടോ. സ്പീഡിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബ്രൗൺ ഓവർലി പിഗ്മെന്റഡ് അല്ല, ഒരു നാച്ചുറൽ ആയിട്ടുള്ള പിഗ്മെന്റേ ഉള്ളൂ. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ഉള്ളൂ. ഞാൻ ആദ്യം ഐഷാഡോക്ക് എടുത്തിട്ടുള്ള ഷെയ്ഡും ഇപ്പൊ ഐബ്രോക്ക് എടുത്തിട്ടുള്ള 2 ഷെയ്ഡും തമ്മിൽ ഒരു ടെക്സ്ചർ ഡിഫറൻസ് കാണുന്നുണ്ട്. ഒരേ പാലറ്റ് ആണെങ്കിലും ഒരേ മാറ്റ് ഷെയ്ഡ് ആണെങ്കിലും ടെക്സ്ചർ ഡിഫറെന്റ് ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു ബ്രഷിൽ എടുത്തപ്പോഴത്തേനും. ഇത് നമുക്ക് ഐലൈനർ വരയ്ക്കാൻ ഒരു സൂത്രമില്ല, നമുക്ക് ഈ ബ്രൗൺ ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. ഈ ബ്രഷ് ശരിയാവുന്ന ബ്രഷ് എടുക്കട്ടെ. കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള ആംഗുലർ ബ്രഷ് എടുക്കാം. ഈ ഡാർക്ക് ബ്രൗണിന്റെ പിഗ്മെന്റേഷൻ വളരെ പോറാണ്, വളരെ പോറാണ്. സ്വിസ് ബ്യൂട്ടിയുടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പിഗ്മെന്റേഷൻ നല്ല കുറവാണ്. സ്വിസ് ബ്യൂട്ടി മാർസിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിപ്പോ കുറച്ചു നേരം വരച്ചിട്ടാണ് കുറച്ചെങ്കിലും പിഗ്മെന്റേഷൻ വരുന്നത്. നിങ്ങളുടെ ക്ഷമയൊന്നുമില്ല. ഞാൻ ചൂടെടുത്ത് ചാവാനായി. ഇതിലെനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടമായിട്ടുണ്ട്. ഷിമ്മേഴ്സ് നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. ഷിമ്മേഴ്സ് നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. പിന്നെ തുടച്ചോട്ടെ. ഷിമ്മേഴ്സ് നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്, എനിക്ക് ഇഷ്ടമായി. ഗ്ലിറ്റർ ഷെയ്ഡും സൂപ്പറാണ്, ടേസ്റ്റ് അടിപൊളിയാണ്. പിന്നെ ഉള്ളത് മാറ്റ് ഷെയ്ഡ് ഒന്നല്ല ലൈറ്റ് ഷെയ്ഡാണ്. അതിൽ പിഗ്മെന്റേഷൻ സാമാന്യം ഉണ്ടെന്നാലും. പിന്നെ വരുന്നത് ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്, അത് കൊള്ളാം. ഒരു പീച്ച് ഷെയ്ഡ്, അത് നല്ല പിഗ്മെന്റേഷൻ ആണ്. സാധാരണ പീച്ച് ഷെയ്ഡ് ഇത്ര പിഗ്മെന്റേഷൻ നമുക്ക് കിട്ടാൻ പാടാണ്. പിന്നെ വരുന്ന ഈ ഷെയ്ഡിലെ ഡാർക്ക് ബ്രൗൺ, അത് പിഗ്മെന്റേഷൻ വളരെ കുറവാണ്. കാരണം ഇതിനേക്കാൾ പിഗ്മെന്റേഷൻ ഉള്ള പാലറ്റുകൾ അഫോർഡബിൾ റേഞ്ചിൽ അവൈലബിൾ ആണ്. പക്ഷെ ആ ഒരു ബ്രൗൺ ഷെയ്ഡിന്റെ പോരായ്മ ഒഴിച്ച് ബാക്കി പാലറ്റ് സൂപ്പർ ആണ് കേട്ടോ. മസ്കാര ട്രൈ ചെയ്തിട്ടില്ല, ഐലൈനർ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇനിയുള്ളത് ഈ ലിപ്പ് ആൻഡ് ചീറ്റിൽ ഒരു ടിന്റ് എടുത്തിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യണം. ഞാൻ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ഞാൻ ഈ ബ്രൗൺ ഷെയ്ഡ് എടുക്കാൻ കാരണം ഇവിടെ ഫുൾ ബ്രൗണിഷ് പീച്ച് ആ കൈൻഡിൽ പോയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഡാർക്ക് ബ്രൗൺ കൊടുക്കാന്ന് വെച്ചു. കൊടുത്ത് നോക്കാം. നമുക്ക് അതിന് ബ്രഷ് വേണം. നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്.
ഈ ഷെഡിങ് നല്ല ഇഷ്ടമായി, പക്ഷെ ലോങ് ലാസ്റ്റിംഗ് അല്ല, കാരണം അത് ക്രീമി പ്രോഡക്റ്റ് ആണല്ലോ, ഇത് ഇത്തിരി ആർപ്പാടായിട്ട് തോന്നുന്ന സാധനം നമുക്ക് റിവ്യൂ ചെയ്യാനാണല്ലോ. പിന്നെ ഇത് എനിക്ക് ഇഷ്ടമായിട്ടുള്ള പ്രോഡക്റ്റ് പറയുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് സ്വാച്ചസ് കൂടെ കാണിച്ചു തരാം. ലിപ്പ് ആൻഡ് ചീക്കിന്റെ ഇത് ഡെസ്റ്റിനിയാണ്. ഒരു പിങ്കിഷ് ടിന്റാണ്, ലൈറ്റ് പിങ്ക് ആണ് ടിന്റ്, ഡെസ്റ്റിനി. നെക്സ്റ്റ് ഷെയ്ഡ് ബോസ് മം 03. ഇതുണ്ട്, ഇത് കുറച്ചുകൂടി ഡാർക്ക് പിങ്ക് ആണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നപ്പോഴത്തേക്കും ഡെസ്റ്റിനിയാണ് ഇത്. ഇത് ബോസ് മം. ഇത് കുൽഹണ്ട്, ഇത് കുറച്ചുകൂടി എക്സ്ട്രാ ക്രീമി ആയിട്ടിരിക്കുന്നു. അടുത്ത ഷെയ്ഡ് ടു ഹോട്ട്, നല്ലൊരു നമ്മുടെ ടെംപ്ടേഷൻ തരുന്നത്, എനിക്ക് ആ റെഡ് ട്രൈ ചെയ്യണം തോന്നിച്ച ആ ഒരു ടൈപ്പ് റെഡ് ടിന്റാണ്. പക്ഷെ ഒരു ചില്ലി റെഡ് അല്ല, നമുക്ക് ചില്ലി റെഡ് ഇറച്ചി നിൽക്കും, അങ്ങനത്തെ റെഡ് അല്ല. ആ പോട്ടിൽ കാണുമ്പോഴേക്കും നമുക്ക് ഇറച്ചി നിൽക്കുന്ന കളർ പോലെ ഫീൽ ചെയ്യും, നമ്മൾ വരച്ചപ്പോഴത്തേക്കും കുഴപ്പമില്ലാത്ത നമുക്ക് നോർമലി ഇടാൻ പറ്റിയിട്ടുള്ള കളർ തന്നെയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഓരോ ടിന്റിനും ഓരോ ടെക്സ്റ്ററാണ്, എല്ലാത്തിനും ഒരേ ടെക്സ്റ്ററിൽ. അതെന്താ കാര്യം എനിക്കറിയത്തില്ല. കളർ മാറുന്നതനുസരിച്ച് ടെക്സ്റ്ററിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് ചോക്ലേറ്റ് ബ്രൗണിയാണ്, നല്ലൊരു ബ്രൗണിഷ് ഷെയ്ഡാണ്. ഇത് കൂടുതൽ ചേരുന്നത് ഡീപ്പർ സ്കിൻ ടോൺ ആയിരിക്കും. ഡീപ്പർ സ്കിൻ ടോൺ ഒരു ന്യൂട്രൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ലൈറ്റർ മീഡിയം മീഡിയം കുഴപ്പമില്ല. വീറ്റിഷ് ഫെയർ സ്കിൻ ടോണിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് തോന്നിക്കും. നെക്സ്റ്റ് ഷെയ്ഡ് പർപ്പിൾ ഷെയ്ഡ് ഉണ്ടായിരുന്നില്ലേ ഒരു മെയ്ഡ് ഫോർ യു, ഇത് മെയ്ഡ് ഫോർ യു. ഇത് ഭയങ്കര ലൈറ്റ് സ്കിൻ ടോണിന് ചെറുതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. കുറച്ചുകൂടെ ഭംഗി വരുന്നത് ആ ഒരു ബ്യൂട്ടി അറിയാൻ പറ്റുന്നത് ഡീപ്പർ സ്കിൻ ടോണിലോട്ട് പോകുമ്പോഴായിരിക്കും. അപ്പൊ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് ലുക്കിൽ ഒരു നോർമൽ ലുക്ക്, ഒരു പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ എനിക്ക് ഇഷ്ടമായിട്ടുള്ള പ്രോഡക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യാം. എനിക്ക് ഇഷ്ടമായിട്ട് ഓയിൽസിനായിട്ട് വർക്ക് ആയതും അല്ലാണ്ട് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നതോടെ കണക്കാക്കി പറഞ്ഞുതരാം. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്റെ ഈ കൺസീലർ ആണ്. ഈ കൺസീലർ എനിക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഇട്ടിട്ട് നന്നായിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. എങ്കിലും എനിക്കിത് കുഴപ്പമായിട്ട് തോന്നുന്നില്ല. ഫുൾ ലുക്കൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത് പ്രത്യേകിച്ച് ഒരു ചെറുതായിട്ടൊന്നും ഓക്സിഡൈസ് ചെയ്തെന്ന് തോന്നുന്നു. ആ ഒരു കുറച്ചുകൂടെ ഒരു ഷെയ്ഡ് ചേഞ്ച് ഉണ്ടായില്ല, ആദ്യം കണ്ടതിനേക്കാൾ ഷെയ്ഡിന് ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്കിത് ഏറ്റവും ഇഷ്ടമായ പ്രോഡക്റ്റ് ഇതാണ്. രണ്ടാമത് ഇഷ്ടമായ പ്രോഡക്റ്റ് ഇതിന്റെ ഈ ബ്ലഷ് ആണ്. ബ്ലഷിന്റെ പിഗ്മെന്റേഷൻ സൂപ്പർ ആണ്. പാക്കേജിങ് പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആണ്, അപ്പൊ അത് എക്സ്ട്രാ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കൺസീലർ എന്ന് പറയാൻ പറ്റില്ല, ഇത് രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമായി. പക്ഷെ എനിക്ക് ഓയിലി സ്കിൻ എന്ന രീതിയിൽ ഇതിന്റെ ആ ഒരു സെറ്റിംഗ് പവർ കുറച്ചുകൂടെ ഇഷ്ടമായി. മീൻസ് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്താൽ തിരുണതിന് മുമ്പ് തന്നെ ക്രേസ് ആവും ഓയിലി സ്കിന്നുകാർക്ക്. ഓൺ ദ സ്പോട്ട് സെറ്റ് ചെയ്യണം. ഞാനിത് അപ്ലൈ ചെയ്തിട്ട് കളയൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് തന്നെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 80% വരെ. അതുകൊണ്ട് എനിക്ക് ആ രീതിയിൽ ഇഷ്ടമായി. ഇതില് ഫുൾ കവറേജിലോട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ബാക്കി ടെക്സ്റ്ററും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ഫുൾ കവറേജ് ആയിരുന്നെങ്കിൽ ഓയിൽ സ്കിന്നുകാർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് എനിക്ക് ഇഷ്ടമായ പ്രോഡക്റ്റ് ഇതാണ്, ഈ ലിക്വിഡ് ബ്ലഷ്. ഇത് ഓയിൽ സ്കിന്നിന് സൂപ്പർ ആണ്. മറ്റേ ക്രീമി ബ്ലഷ് ഈ പ്രൈസ് റേഞ്ചിൽ ഇത് സൂപ്പർ ആണ്. നമുക്ക് ഒരുപാട് കളേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 6 കൂടെ ചേർന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊരു ഓയിലി സ്കിന്റെ ലാസ്റ്റിംഗ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഷെയ്ഡ് നാച്ചുറൽ ലുക്ക് തരുന്നതാണ് എനിക്ക്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ടും മെയിൻ ആയിട്ട് ലാസ്റ്റിംഗ് പവർ വെച്ചിട്ടും ആ ഒരു ടെക്സ്ചർ വെച്ചിട്ടും എനിക്ക് ഈ ലിക്വിഡ് ബ്ലഷ് ഇഷ്ടമായി. ഹൈലൈറ്റർ ഇഷ്ടമായി. അപ്പം ഫസ്റ്റ് പോയിന്റ് ഞാൻ കൊടുക്കുക ഇത് തന്നെ, ഇത് രണ്ടുമായിരിക്കും കേട്ടോ. ബ്ലഷും പവറൊക്കെ നമുക്ക് പിന്നെ ഈ അഫോർഡബിൾ റേഞ്ചിൽ കിട്ടും. പക്ഷെ ഇത് രണ്ടും നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത് ഓയിലി സ്കിന്നർക്ക് കിട്ടാൻ പാടാണ്. ഓയിലി സ്കിൻ എന്ന രീതിയിൽ എനിക്ക് ഇത് രണ്ടും ഫസ്റ്റ് പ്രിഫറൻസ്. എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ് ഈ പ്രൈമർ ഓയിൽ. ഞാൻ എന്റെ ഓയിലി സ്കിന്നിൽ ഭയങ്കരമായിട്ട് എക്സജറേറ്റ് ചെയ്യും, ഭയങ്കര ബോറാവും വിചാരിച്ചു ആണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ച മുതലേ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അപ്ലൈ ചെയ്തിട്ട് നോക്കിയേ, എനിക്ക് തോന്നുന്നുണ്ട് ഇത് എക്സ്ട്രാ ഓയിലി ആയിട്ടിരിക്കുന്നു. അങ്ങനെയൊന്നും തോന്നുന്നില്ല. എന്റെ നോർമലി എത്ര ഓയിലി സ്കിന്നിൽ എത്ര ആവും അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ട്. ഡ്രൈ സ്കിന്നുകാർക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും. അത് ഭയങ്കര ഓയിലി ആക്കി നിൽക്കത്തുമില്ല. പക്ഷെ ഓയിലി സ്കിന്നുകാർക്ക് വർക്ക് ആവുന്നുണ്ട് എന്ന് കരുതി ഡ്രൈ സ്കിന്നുകാർക്ക് വർക്ക് ആവാതിരിക്കത്തില്ല. കാരണം കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഗ്ലോ കിട്ടുന്നുണ്ട്. പിന്നെ പാലറ്റ്, ഈ പാലറ്റ് സൂപ്പർ ആണ്. ഒരൊറ്റ ഷെയ്ഡ് ഒഴിച്ച് ആ ബ്രൗൺ ഷെയ്ഡിന്റെ പിഗ്മെന്റേഷനും ടെക്സ്ചറും ഈ ഡീപ് ബ്രൗൺ ഇല്ലേ ഇത്, അപ്പൊ അത് ഒഴിച്ച് ബാക്കി എല്ലാവരും സൂപ്പർ ആണ്. കാരണം ഒരു ഹൈലൈറ്റ് ഒരു ഗ്ലിറ്ററി ഷെയ്ഡും കൂടെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സൂപ്പർ ആണ്. എനിക്ക് 99 കിട്ടി. പിന്നെ അത് മിക്കവാറും കഫ് ലാഷസിലും ഈ പർപ്പിളിലൊക്കെ ഓഫറിന് കാണും. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സൂപ്പർ പാലറ്റ് ആണ്. ഈ ഷെയ്ഡും കൂടെ പ്രശ്നമില്ലാതിരുന്ന് എന്നുണ്ടെങ്കിൽ, കാരണം ഇത് മൾട്ടി പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം, ലൈനറായിട്ട് യൂസ് ചെയ്യാം, പിരികം ഫിൽ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം.
ജസ്റ്റ് കോണ്ടൂർ ചെയ്യാൻ യൂസ് ചെയ്യും. അങ്ങനെ ഇത് മൾട്ടി പർപ്പസ് ഷെയ്ഡാണ് ഈ ഡീപ് ബ്രൗൺ എപ്പോഴും. അപ്പൊ അത് അങ്ങനെ ഒരു പിഗ്മെന്റേഷൻ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഡിസപ്പോയിന്റഡ് ആക്കിയിട്ടുണ്ട്. എങ്കിലും ഈ പ്രൈസ് റേഞ്ചിൽ ഈ പ്രോഡക്റ്റുകളെല്ലാം വർത്താണ്. എന്റെ ഫസ്റ്റ് ചോയ്സ് ഓയിലി സ്കിന്നിന് രണ്ടെണ്ണമേ ഉള്ളൂ. അപ്പൊ ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പർപ്പിളിൽ പേര് കിട്ടും, ഇവരുടെ സൈറ്റിൽ പേര് കിട്ടും. സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അവർ നിധി കാട്ടിയാർ എന്ന് പറയുന്ന അവരുടെ ചാനൽ ഉണ്ടല്ലോ, യൂട്യൂബ് ചാനൽ, അവരുടെ തന്നെ ബ്രാൻഡാണിത്. നിധി കാട്ടിയാറുടെ ചാനൽ ഞാൻ ഓഫർ കണ്ടിട്ടാണ് ഇങ്ങനെ വാങ്ങിക്കുന്നത് പോയിട്ട് ഈ കപ്സ് ആൻഡ് ലാഷസിന്റെ പ്രൊഡക്റ്റുകൾ. അപ്പൊ എനിക്ക് നല്ല ഓഫേഴ്സ് കിട്ടിയെന്ന്. അപ്പൊ ഇനി എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടോ ഞാൻ കാണുവാണെങ്കിൽ പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ സൈറ്റ് ഇടയ്ക്ക് ചെക്ക് ആവുന്നതാണ്. പിന്നെ പർപ്പിളിൽ നോക്കാവുന്നതാണ്. കാരണം ഇത് കൺസീലർ ഓയിലി സ്കിന്നുകാർക്ക് സുഖമായിട്ട് ട്രൈ ചെയ്യാവുന്ന പ്രോഡക്റ്റ് ആണ്. കാരണം ബാക്കി നമുക്ക് ബ്ലഷ് ഒക്കെ പിന്നെ നമുക്ക് ഇത്തിരി പോയാൽ സാരമില്ല എന്നൊക്കെ, പക്ഷെ കൺസീലർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വരുന്നത് കിട്ടാൻ പാടാണ് ഈ പ്രൈസ് റേഞ്ചിൽ. അപ്പൊ ഓയിലി സ്കിന്നുകാർക്ക് കണ്ടടുത്ത് ധൈര്യമായിട്ട് കൺസീലർ വാങ്ങിക്കാവുന്നതാണ്. ബ്ലഷ് വേണമെങ്കിൽ ലിക്വിഡ് ബ്ലഷിലോട്ട് പോകാവുന്നതാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് ഈ ലിപ്പ് ആൻഡ് ചീക്കിന് ട്രൈ ചെയ്യാവുന്നതാണ് ധൈര്യമായിട്ട്. ആ പ്രൈമർ ഓയിൽ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ബ്ലഷ്, ഹൈലൈറ്റർ, പ്രോൺസർ നമുക്ക് ഇങ്ങനെ സ്കിൻ ടൈപ്പ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും നന്നായിട്ട് ചേരും. അതിന് എക്സ്ട്രാ പറയാനായിട്ടുള്ള സ്കിൻ ടൈപ്പ് ഇല്ല. അപ്പൊ എനിക്ക് ഈ പ്രൊഡക്റ്റുകൾ ഈ പ്രൈസ് റേഞ്ചിൽ വർത്തായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയ വിശ്വസിക്കും. കിഡ്സ് വെൽ ബി ഹാപ്പി.